ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ്. കുറേ നാളായി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണം, ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ലോങ് വീഡിയോ ആയിട്ട് ഷോർട്ടായിട്ടും ചെയ്തിട്ട് ഇപ്പോൾ കുറേ കാലങ്ങളോളായി. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ഒരു അവസരമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞാനങ്ങനെ ചെയ്യലില്ല. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നു, കുറേ നാളായി വിചാരിക്കുന്നു നമുക്കൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. സോ ഒട്ടും ടൈം കളയാണ്ട് നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐമി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സോ അവൾ ഏറ്റവും പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ അൺഗെറ്റ് റെഡി വിത്ത് മീ ആയി മാറും. സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഫസ്റ്റിന് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു വാഷ് ബാഗ് ഉണ്ട്, ഞാൻ ഇത് മീഷോന്ന് മേടിച്ചതാണ്. ഈ ഒരു വാഷ് ബാഗ്, ഇതിലാണ് എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സുകളും സ്കിൻ കെയർ പ്രോഡക്ട്സുകളും പിന്നെ അയമിച്ചാട് കുറച്ച് ക്രീമും ലോഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. സോ അതിൽ അയമിച്ചാട് പൗഡർ വീണിട്ടാന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഇതിലൊക്കെ എല്ലാ പ്രോഡക്റ്റിലും പൗഡറായി, ഉള്ളിലല്ല പുറത്ത്. സോ അങ്ങനെ ഇതൊക്കെ തീരാറായിട്ടോ ഗൈസ്. ഞാൻ കുറേ യൂസ് ചെയ്യും, ഡേയും നൈറ്റും. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ടൈമിൽ പാക്കുകളൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ടൈമിലൊക്കെ മോയ്സ്ചറൈസർ നമ്മൾ ആഫ്റ്റർ അപ്ലൈ ചെയ്യും. പാക്കൊക്കെ നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഞാൻ അപ്ലൈ ചെയ്യലുണ്ട്. സോ എനിക്ക് മുടി കെട്ടി വയ്ക്കുന്നത് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. സോ ഇപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തായാലും മുടിയൊക്കെ കെട്ടി വെക്കണം. അതുകൊണ്ടാട്ടോ ഞാൻ കെട്ടി വെച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലൈവൊക്കെ പോകണം. തൊട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. ഇതാവുമ്പോൾ ഹെയറിൻ്റെ ഒരു പ്രശ്നവുമില്ല. നല്ല വൃത്തിക്ക് അവിടെ നിന്നോളും. എൻ്റെ ഹെയർ ബൻഡൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ തട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ലിപ് ബാം ഇടാം. ഇതൊരു ടിൻറ്റഡ് ലിപ് ബാം ആട്ടോ. കണ്ടോ, ലിപ്പിലിട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു ടിൻറ്റ് വരുന്ന ലിപ് ബാമാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനി വീഡിയോ എടുത്ത് കഴിഞ്ഞാലാണ് എനിക്കറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സെറ്റായിട്ടില്ലേ? നമുക്ക് ഈ ഒരു സാധനം തന്നെ നമുക്ക് ചീക്കിലും ഐസിൻ്റെ മുകളിലൊക്കെ ഇടാം കേട്ടോ. ഐഷഡോ ആയിട്ട് വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ കയ്യിൽ ഐഷഡോ പാലറ്റ് ഇല്ല. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാ എത്താന്ന് എനിക്കറിയില്ല. എന്തായാലും 1 വീക്ക് പിടിക്കുമായിരിക്കും. പർപ്പിളെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കൊച്ചിയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 1 അവറിലോ 2 അവറിലോ പ്രോഡക്റ്റ് കൈ കിട്ടും. ഞാൻ പർപ്പിളിൽ നിന്ന് റീസെൻ്റ്ലി ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് വരിക പിറ്റേ ഡേ ആണ്, നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് വരില്ല. ഞാൻ കൂടുതലും മേക്കപ്പ് പ്രോഡക്ട്സുകളൊക്കെ പർപ്പിളിൽ തന്നെയാണ് ഓർഡർ ചെയ്യൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സൺസ്ക്രീം യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, പൗഡർ അയമിച്ചാടെ പൗഡർ ആയിട്ടുണ്ട് മൊത്തം. നമ്മുടെ പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ ആട്ടോ, നല്ലത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് പേഴ്സണലി നല്ല സാധനമാണ്. ഞാനിപ്പോൾ നൈറ്റ് യൂസ് ചെയ്യലില്ല, ഡേ തന്നെയാണ് യൂസ് ചെയ്യലുള്ളൂ. എങ്കിലും ഇതിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക എന്തോ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം, ഒരു പ്രത്യേക ഒരു ഗ്ലോ ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി അറിയുന്നവർക്കൊക്കെ ഞാൻ സൺസ്ക്രീം ഏതാ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു സൺസ്ക്രീമാണ് പറഞ്ഞു കൊടുക്കൽ. ആദ്യം എനിക്ക് പർപ്പിളിൻ്റെ സൺസ്ക്രീം ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫേവറായിട്ട് മാറി. കണ്ടോ, ഇപ്പോൾ ഞാൻ ഒന്നും എൻ്റെ ഫേസിലിട്ടിട്ടില്ല. ആ ഒരു മോയ്സ്ചറൈസറും ആ ഒരു സൺസ്ക്രീനും മാത്രം അപ്ലൈ ചെയ്തപ്പോഴേ തന്നെ ആ ഒരു ഡിഫറൻസ് ഉണ്ടോ. ഫസ്റ്റത്തെ എൻ്റെ ലുക്കും ഇപ്പോഴത്തെ എൻ്റെ ലുക്കും നോക്കിയാൽ എനിക്ക് മനസ്സിലാവും, ഇനി വേറെ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺസ്ക്രീം മേടിക്കാൻ. നിങ്ങൾ സൺസ്ക്രീം മേടിക്കാമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ചാവക്കാടുള്ളവർക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാവക്കാടുള്ളവർക്ക് നമ്മുടെ ലേഡി കെയർ എന്ന് പറയുന്ന ഷോപ്പ് നന്നായിട്ട് അറിയിരിക്കും. ആ ഒരു ഷോപ്പിൽ നിന്ന് ഇത് മേടിച്ചാൽ മതി. അവിടെ ഇത് അവൈലബിൾ ആണ്. അവിടെ ഇത് മാത്രമല്ല, മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും ടോണർ, നമുക്ക് എന്തൊക്കെ വേണം, ഏത് ബ്രാൻഡാണോ അത് നമ്മൾ പറഞ്ഞാൽ അവർ നമുക്ക് കൊടുന്നു തരും കേട്ടോ. ഞാൻ ഇത് അവിടെ നിന്നാണ് മേടിച്ചത്. നല്ല സാധനം. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പക്ക അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് എന്ത് തുറന്ന് പറഞ്ഞ് മേടിക്കാം. അവരും നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന കാരണം അവർക്കും നമ്മളൊരു ട്രസ്റ്റ് ഉണ്ട്, നമുക്ക് അവരോടൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആ ഷോപ്പിൽ തന്നെയാണ് മേടിക്കൽ. ഞാനും പിന്നെ ഇത് കഴിഞ്ഞാലും ഞാൻ അവിടെ തന്നെയാണ് മേടിക്കുക. കാരണം എനിക്ക് ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഒരു സൺസ്ക്രീമിൽ ഞാൻ ഭയങ്കര അഡിക്റ്റായി മാറി. സൺസ്ക്രീമിന് ഞാൻ പ്ലം തന്നെ മേടിക്കുള്ളൂ. നമ്മളൊരു സാധനം തന്നെ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ പല പല ബ്രാൻഡുകൾ മാറി മാറി യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു ബ്രാൻഡിൻ്റെ തന്നെ അല്ലാതെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ സൺസ്ക്രീം ഇപ്പോൾ പ്ലം യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ യൂസ് ചെയ്യുന്നതിനേക്കാളൊക്കെ ബെറ്റർ നമുക്ക് ആ ഒരു സൺസ്ക്രീം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ PR കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമായിരിക്കും പലരും പല പല ബ്രാൻഡിൻ്റെ സൺസ്ക്രീം ഒക്കെ യൂസ് ചെയ്യാം. അല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്ലമ്മിൻ്റെ സൺസ്ക്രീം അടിപൊളിയാണ്. നിങ്ങൾക്കത് മേടിക്കണമെങ്കിൽ നിങ്ങൾക്കത് ബൈ ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ബെറ്റർ റിസൾട്ട് കിട്ടും. പിന്നെ ഞാനിപ്പോൾ റിസൾട്ടിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്കിന്നിൽ നന്നായിട്ടത് റിസൾട്ട് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലമ്മിൻ്റെ ഫേസ് വാഷ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. ഫേസ് വാഷ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ കുറച്ച് ബഡ്ജറ്റ് ആയതുകൊണ്ട്, എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഞാൻ പൗഡർ, എല്ലാത്തിലും പൗഡറായിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാനിതാ ഈ ഒരു സാധനം ഉണ്ടല്ലോ, മീഷോന്ന് മേടിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ്. ഇത് ഞാൻ കല്യാണങ്ങൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ഇതങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതങ്ങനെ യൂസ് ചെയ്യലില്ല. പിന്നെ അത്യാവശ്യം ടൗണിൽ പോകുന്ന സമയത്തൊന്നും ഞാൻ യൂസ് ചെയ്യലൊന്നുമില്ല. ഇത് എന്താ പറയുക, ആഫ്റ്റർ മേക്കപ്പിന് ശേഷം ഞാനിങ്ങനെ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇതൊരു പ്രൈമറാണ്. പിന്നെ അതുപോലെ ഒരു എന്താ പറയുക ഹൈലൈറ്ററും കൂടിയാണ്. സോ ഞാൻ സാധാരണ ഡെയിലി യൂസ് ചെയ്യൽ മേക്കപ്പിന് ശേഷമാണ്. ഇനി നിങ്ങൾക്കിത് മേക്കപ്പിന് മുന്നേ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നല്ലൊരു ഗ്ലോ ആട്ടോ. നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഫൗണ്ടേഷൻ. ഇത് ഞാൻ സുഡിയോന്ന് മേടിച്ചിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പോയി. സുഡിയോയുടെ ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് എന്തോ വാൾനട്ട് 04 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് കറക്റ്റ് എൻ്റെ സ്കിന്നാണ്. നല്ല രസമില്ല ഗൈസ്. കറക്റ്റ് എൻ്റെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. ഞാൻ ബ്രഷും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ റീസെൻ്റ് ഞാൻ എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്യൽ കൈ വെച്ചിട്ടാണ്. ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ യൂസ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യലുണ്ട്. കാരണം ഇത് ഭയങ്കരമായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും. കണ്ടോ, തീരെ പോവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ട് അവിടുന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. ഇവിടെ വന്നിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായില്ല. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. സോ എൻ്റെ സ്കിന്നിന് ഓയിലായിട്ടുള്ള ഫൗണ്ടേഷന് തീരെ പറ്റില്ല. കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ മേടിച്ച ഈ ഒരു ഫൗണ്ടേഷൻ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫൗണ്ടേഷനായിരുന്നു. പക്ഷെ നല്ല ഹൈ കവറേജ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമുക്ക് കോണ്ടോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷെ
കണ്ടോ ഇങ്ങനൊരു കവറേജാണ്. ഞാനെന്തോ നമുക്കിപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ഇടുമ്പോഴും കുറച്ചും കൂടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം. പക്ഷെ ഇതിടുമ്പോൾ ഞാൻ കുറച്ച് അൺസാറ്റിസ്ഫൈഡ് ആണെന്നൊരു സംഭവം. അപ്പോൾ എന്തായാലും ഞാനത് ഇട്ടിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റല്ല ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ഫൗണ്ടേഷൻ ഇടാം. എന്നാലും എന്തൊക്കെയോ ഒരു അല്ലേ കവറേജ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതില്ലെങ്കിൽ പോയി കാര്യം. സോ അപ്പം ഞാൻ NYBയുടെ ഒരു ഫൗണ്ടേഷൻ, ഇതാണ് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ. ഈ ഒരു ഫൗണ്ടേഷൻ ഇത് ഇത്ര കുഞ്ഞ് എമൗണ്ട് എടുത്തുള്ളൂ കേട്ടോ. ഇത്ര മതി, നമുക്ക് ഇത്ര മതി. ഇതാണ് സാധനം. അത് വെച്ചിട്ട് നമുക്കൊന്ന് ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ല ഒരു സ്റ്റിക്കി ഫൗണ്ടേഷൻ ആട്ടോ. ഐ മീൻ സ്റ്റിക്കി അല്ല, നോൺ സ്റ്റിക്കി ഫൗണ്ടേഷൻ. നല്ല പെട്ടെന്ന് അങ്ങോട്ട് ബ്ലെൻഡാവും. ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യൽ. ഇതിടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നു ഗൈസ്. പിന്നെ ഞാൻ കൺസീലറൊന്നും യൂസ് ചെയ്യില്ല. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഫൗണ്ടേഷൻ വെച്ചിട്ട് തന്നെ കവർ ചെയ്യും. നമുക്ക് എന്തായാലും വേണ്ടില്ല എന്നൊക്കെ ഒരു സാധനമായാൽ മതി. സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ നല്ലതാട്ടോ, ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊന്നും ശ്രദ്ധിക്കേണ്ട, അവിടെ ഭയങ്കര ബഹളമാണ്, വേറെ ഒന്നുമല്ല. ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെ ബഹളമാണ്. ഇവിടെ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ബഹളമാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് പുട്ടിയിട്ടടിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പുട്ടിയിടാം. പുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാ ടാക്കം പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല. ഞാനിതാട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്തിട്ടാലും കോമ്പാക്റ്റ് ഇടുന്ന പോലെയല്ല. ഇപ്പോൾ റീസെൻ്റ് എൻ്റെ കയ്യിൽ കോമ്പാക്റ്റ് ഇല്ല, പക്ഷേ കോമ്പാക്റ്റിന് പകരം ലൂസ് പൗഡറൊക്കെ കയ്യിലുണ്ട്. പോൺസിൻ്റെ ഒരു ലൂസ് പൗഡർ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്തിട്ടാലും ഈ ഒരു സാധനം ഇടുന്നതിൻ്റെ ഒരു സുഖം എനിക്ക് കിട്ടില്ല. ഇതിട്ട് കഴിഞ്ഞാലേ എനിക്ക് പെട്ടെന്ന് എന്താ പറയുക ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. പിന്നെ എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലി ആയതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓയിലി എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാട്ടോ ഞാൻ പൗഡർ ഇടുന്നത്. ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഫൗണ്ടേഷൻ ഇട്ടാൽ അങ്ങനെ അങ്ങോട്ട് മേക്കപ്പുകൾ മൊത്തം കൂടി ചെയ്തു പോകും. വേറെ പൗഡർ ചിലവർ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല, വീഡിയോസിൽ കണ്ട കാര്യമായിട്ടോ പറഞ്ഞു. സോ എനിക്കിതിട്ടില്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. സോ ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഫേസിൽ എക്സിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളയുന്നത്. കാരണം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുരികത്തിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഫൗണ്ടേഷൻ്റെ കുറച്ച് എമൗണ്ട്സ്. സോ അതൊക്കെ നമുക്ക് കളയാം ഉണ്ടെങ്കിൽ. എനിക്കിപ്പോൾ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇല്ല, കുഴപ്പമില്ല. ഇവിടെയൊക്കെ പിമ്പിൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് നമുക്ക് ഐലൈനർ എഴുതാം. ഐലൈനർ എഴുതുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഖൂബ്സൂരത് കുച്ചിപ്പൊടി എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് കുറേ കാലം ഈ കയ്യിലിരിക്കുന്നു. മേടിച്ച അവസരം എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് അല്ല എന്നല്ല, നമുക്ക് എന്ത് ലിപ്സ്റ്റിക്ക് അപ്പൊക്കെ കിട്ടുന്നോ അതല്ലേ ഫേവറേറ്റ്. അപ്പോൾ അതിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫേവർ പോയി. ഇപ്പോൾ റീസെൻ്റ്ലി കയ്യിലുള്ളതിനോടാണ് ഇഷ്ടം. റീസെൻ്റ്ലി കയ്യിലുള്ളത് നമ്മുടെ മാൾസാണല്ലോ, ഇപ്പോൾ തിളകിക്കൊണ്ട് നിൽക്കുന്നത് മാൾസാണ്. സോ അതുകൊണ്ട് മാൾസിനോടാണ് ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം. സുഖിയും ഞാനിത് വെച്ചിട്ടാട്ടോ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഐഷേഡോ ആക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിപ്പിലിട്ടില്ല ആ ഒരു ടിൻറ്റ്, അത് വെച്ചിട്ടിടും. പിന്നെ ഞാൻ ഇതുതന്നെയാണ് ബ്ലഷായിട്ടും യൂസ് ചെയ്യുക. ബ്ലഷ് ഞാനങ്ങനെ യൂസ് ചെയ്യലില്ല. എല്ലാവരും എന്നോടേക്കും എല്ലാവർക്കും ബ്ലഷാണല്ലോ ഇഷ്ടം. എനിക്ക് എന്താ ബ്ലഷ് ഇഷ്ടമല്ലാത്തതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട്. പിന്നെ എന്നോട് അറിയുന്നവരും ചോദിക്കലുണ്ട്. പക്ഷേ എനിക്ക് ബ്ലഷ് അങ്ങനെ ഇഷ്ടമല്ല. എന്തൊക്കെയോ
പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബ്ലഷ് ഇടലുണ്ട്. നമ്മൾ എന്ത് സാധനം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ എന്ത് സാധനം നമുക്ക് ഇഷ്ടമല്ല, നമ്മളത് യൂസ് ചെയ്യൂല എന്നിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും നമ്മളെടുത്ത് യൂസ് ചെയ്യൂലേ, പിന്നെ നമ്മൾ അതിനോട് ഭയങ്കര അഡിക്റ്റ് ആവും. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഫൗണ്ടേഷൻ ഇടാത്ത ഒരാളാണ്. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഫൗണ്ടേഷൻ ഇല്ലാണ്ടേ പറ്റില്ല, അങ്ങനെയൊക്കെ ആയി മാറി ഞാൻ. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനി നമുക്ക് കണ്ണെഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ണെഴുതാം. ഞാൻ ഇടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, അവിടുന്ന് ഭയങ്കര സൗണ്ട് വരുന്നുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യുന്നത്. നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. നല്ല രസമുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട് ഗൈസ്, അടിപൊളി. ഈ ഒരു ഐലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയൊരു പേരൊന്നും ചോദിക്കണ്ട, സാധാ നമ്മുടെ മില ബ്യൂട്ടീൻ്റെ ഐലൈനറാണ്. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെതല്ല. ഞാൻ ദാസ്ലറിൻ്റെത് എൻവൈബയുടേതാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം അത് തീർന്നപ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ മോള്, അതായത് എൻ്റെ അനിയത്തി പിറക്കാതെ പോയി എൻ്റെ അനിയത്തിയുടെ ഐലൈനർ ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണിത്. പക്ഷേ ഇതും ഇപ്പോൾ തീരാറായി. പേടിക്കണ്ട, ഞാൻ പുതിയൊരു അടിപൊളി വലിയൊരു ഐലൈനർ ഓർഡർ ചെയ്തിട്ടുണ്ട്. മെബലിൻ്റെ ഒരു സൂപ്പർ സ്റ്റേ ലോങ് ലാസ്റ്റിംഗ് ഐലൈനർ പ്ലസ് കാജൽ, അതായത് താഴത്തും മുകളിൽ ഒരുപോലെ ഇടാൻ പറ്റിയത്, മഷി ടൈപ്പില്ലേ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നിട്ടില്ല, വരും. വന്നാൽ നമ്മൾ എന്തായാലും ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുമല്ലോ, നമുക്ക് പറഞ്ഞിട്ടുള്ളതാണത്. ഓക്കെ, ഇവിടെ ചെറുതായിട്ടൊന്ന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അതൊന്നും എനിക്ക് വിഷയമില്ല. കണ്ണ് എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഐലൈനർ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ടൈം എടുക്കലുണ്ട്. ഓക്കെ, ഇത് ഇപ്പോഴാണൊന്ന് സെറ്റായത്. പിന്നെ ഞാൻ അടിയിൽ യൂസ് ചെയ്യൂല. അടിയിൽ ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നു, ഇപ്പോൾ അടിയിൽ യൂസ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. കാരണം ഫുൾ ഡാർക്ക് സർക്കിൾസ് ആയി കണ്ണിൽ. അതുകൊണ്ട് ഞാൻ അടിയിൽ എഴുതലൊക്കെ നിർത്തി. മറ്റേത് വെറും അടിയിൽ തന്നെയായിരുന്നു. അടിയിൽ മേലൊക്കെ ഒരുപോലെ ഐലൈനർ ചെയ്തിരുന്ന ആളായിരുന്നു ഞാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ അയമിച്ച് എഴുന്നേറ്റപ്പോഴാണ് നമ്മൾ പകുതി കിട്ടിട്ട് പോയത്. അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. ഇനി ഇവിടെ ഒരു ബ്യൂട്ടി സ്പോട്ട്, അത് ഞാൻ എപ്പോഴും ഇടുന്നൊരു കാര്യമാണ്. മസ്കാര ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഞാനിങ്ങനെ കൊടുക്കലുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഗൈസ് ഈ കണ്ണെഴുതുന്നത്. നമ്മൾ നേരത്തെ എഴുതിയ പോലെ സാവധാനം എഴുതണം. ഇവളുള്ള കാരണം എനിക്കൊന്നും പറ്റില്ല. അപ്പോൾ ഓക്കെ, നമ്മുടെ കണ്ണ് മൊത്തം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഗൈസ്, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്കിൽ നമ്മളിപ്പോൾ ഏത് ലിപ്സ്റ്റിക്കാണ് സെലക്ട് ചെയ്യുക? ഞാനിപ്പോൾ ഇനി മാർസിൻ്റെ ഇതിടണോ വേറെ ഏതെങ്കിലും ഇടണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കണം. ഇതിട്ടിട്ടുണ്ട് ഞാൻ, താഴത്ത് ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് നമുക്കൊരു കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ലിപ്സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഷെയ്ഡ് വെച്ചിട്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ ഖൂബ്സൂരത് കുച്ചിപ്പൊടി ഇടാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഗ്യാപ്പിൽ അപ്പോൾ അതുകൊണ്ട് ഫില്ലാവും. ഓക്കെ
ഓക്കെ ഗൈസ്, സെറ്റായിട്ടുണ്ട്. എന്താ മോളെ, ഇതാ ഇതിനാണോ ബാഗിനാണോ? എന്നാ അവള് എൻ്റെ ബാഗിനാണ്. നമുക്ക് ഈ ഒരു ഹൈലൈറ്റർ ഇട്ടിട്ട് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അവൾക്ക് എൻ്റെ വാഷ് ബാഗ് വേണം, അല്ലാതെ അവൾക്ക് വേറെ ഒന്നും തന്നെയല്ല. ഓക്കെ, അപ്പം നമ്മുടെ മേക്കപ്പ് ഏകദേശം സെറ്റായി കഴിഞ്ഞു ഗായ്സ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് മേക്കപ്പിലെ, ഈ ഒരു പ്രൈമർ വിത്ത് ഹൈലൈറ്റർ. ഇത് ഞാൻ കുറച്ച് അധികം ഇടും കേട്ടോ ലാസ്റ്റിൽ, ഫസ്റ്റിൽ ഇടൂല, ലാസ്റ്റിൽ. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗ്ലോ കിട്ടും. അപ്പോൾ ഓക്കെ ഗേൾസ്, നമ്മൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഇവിടെയൊക്കെ ഞാൻ തേക്കലുണ്ട് കേട്ടോ, ബാലൻസ് വരുന്നുണ്ട്. അപ്പം നല്ല ലുക്ക് കിട്ടിയില്ലേ? ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യലുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, ഇത് ഞാൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടിയന്തരം എൻ്റെ ഭർത്താവ് എടുക്കും വന്നാൽ. അവള് ലിപ്സ്റ്റിക്, ഐലൈനർ, കൺമഷി അങ്ങനത്തെ ഒക്കെ കഴിക്കലുള്ളൂ, ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്ക് ഓവർ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഇനി അവളുടെ വക അവളും പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി റീൽസിലൂടെ കാണാം ഗായ്സ്. പറയ് അഫ്സീൽഖാനോട് റീൽസിലൂടെ കാണാം ഗായ്സ്. ആള് വേറെ മൂഡിലാണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഏകദേശം സമയമായി തുടങ്ങി. അതിനുള്ള പുറപ്പെടുവിക്കലൊക്കെ പുറപ്പെട്ടു വരുന്നു. അപ്പൊ ഗായ്സ്, ടാറ്റ പറ. അവിടെ ആഹാ. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഐമി പമ്പേഴ്സ് മാത്രം ഇട്ട് പോകും. ആമി നോക്ക്, ടാറ്റ പറയും. ടാറ്റ, ബൈ ബൈ. അവൾക്ക് എൻ്റെ റിംഗ് ലൈറ്റ് എന്നാലും എപ്പോഴും പിടിക്കണം. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് റീലിലൂടെ കാണാം. ഇത് എനിക്കിപ്പോൾ ഒരു ഭയങ്കര സ്റ്റൈലാണ്. നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കൊരു പ്രത്യേക ഓവർ കോൺഫിഡൻസ് ആണ്. സോ ആ ഒരു ടൈപ്പ് ഓഫ് വുമണാണ് ഞാൻ. എനിക്ക് സെൽഫ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു എന്താ പറയുക, ഓവർ കോൺഫിഡൻസ് വരലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ലുക്കാണിത്. സോ നിങ്ങളുടെ കയ്യിൽ ഇതിലും കൂടുതൽ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവും. സോ നിങ്ങളത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മേക്കപ്പ് ചെയ്യാം. ഞാൻ റീസെൻ്റ്ലി പുറത്ത് പോകുമ്പോഴായാലും ഫങ്ഷൻസിനായാലും ഇങ്ങനെ ഒരു ലുക്കാണ് ഞാൻ റീലെടുക്കാനും ഫങ്ഷനൊക്കെ പോകുമ്പോൾ കൂടുതലും ഈ ഒരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യല്. സോ ഓക്കെ ഗായ്സ്, അപ്പോൾ ബൈ. അമ്മയൊരു ബൈ കൊടുക്ക്. ബൈ. അല്ല, അവളിപ്പോൾ വേറെ മൂടില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.